ഇസ്രായേലിനെ ഇറാൻ ഉടൻ ആക്രമിക്കുമെന്ന് റിപ്പോർട്ട്. ഇറാനിലെ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം റഷ്യയിൽ നിന്നും വിമാനം ആയുധങ്ങളുമായി ഇറാനിൽ എത്തിയെന്നും റിപ്പോർട്ടിൽ വന്നിരുന്നു. പിന്നാലെയാണ് ഇറാൻ ഇസ്രായേലിനെ ഉടൻ ആക്രമിക്കുമെന്ന വാർത്തകൾ വരുന്നത്. മേഖലയിൽ സംഘർഷാവസ്ഥ അതിതീവ്രമായി തുടരുകയാണ്. ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്കകമാണ് ഹനിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആക്രമണം നടത്തിയത് ഇസ്രായേലാണെന്ന് ഹമാസും ഇറാനും ആരോപിക്കുന്നു. വധത്തിനു പ്രതികാരം ചെയ്യുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയതുല്ല ഖമേനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷം യുദ്ധത്തിലേക്ക് എത്താനുള്ള സാധ്യതയുള്ളതിനാൽ പൗരന്മാരോട് ലെബനൻ വിടാൻ US അടക്കമുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എത്രയും വേഗം ലെബനിൽ നിന്ന് മാറാനാണ് നിർദ്ദേശം. എന്നാൽ സംഘർഷം ലഘൂകരിക്കാനുള്ള ചർച്ചകൾ USന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. US, UK, സ്വീഡൻ, ഫ്രാൻസ്, കാനഡ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ലെബനൻ വിടാൻ നിർദ്ദേശം നൽകി. എന്നാൽ ബൈറൂട്ടിൽ നിന്നുള്ള നിരവധി വിമാനങ്ങൾ യാത്ര റദ്ദാക്കിയിട്ടുണ്ട്. പെന്റഗൺ കൂടുതൽ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പ്രദേശത്ത് വിന്യസിച്ചു കഴിഞ്ഞു. UK കൂടുതൽ സൈനികരെ പ്രദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇസ്രായേലിന് നേരെ കഴിഞ്ഞ രാത്രിയിലും ഹിസബുള്ള മിസൈൽ ആക്രമണം നടത്തി. ഡസൻ കണക്കിന് മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ ഹിസബുള്ള വിക്ഷേപിച്ചത്. ഹിസബുള്ള തൊടുത്തുവിട്ട ഭൂരിഭാഗം മിസൈലുകളും തടഞ്ഞതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇസ്രായേലിലെ ബൈലറ്റ് ഹില്ലിലാണ് ഹിസബുള്ള ആക്രമണം നടത്തിയത്. അടുത്തിടെ ലെബനിലെ കെഫാർ കിലിയയിലും ദർ സിരിയാനയിലും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിരുന്നു. ഹനിയ കൊല്ലപ്പെട്ടതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇസ്രായേൽ ബൈറൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡറായ ഫൗദ് ഷുക്കൂറും കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണങ്ങൾക്ക് മറുപടിയായി ബൈറ്റ് ഹില്ലിൽ നൽകിയതാണെന്ന് ഹിസബുള്ള പറയുന്നത്. ഇതിനിടെ ഹനിയയുടെ മരണത്തിന് പ്രതികാരം ചെയ്യണമെന്ന ആവശ്യമാണ് ഇറാനിൽ ഉയരുന്നത്. ഹനിയയുടെ കൊലപാതകത്തിൽ ഇറാനിലെ ജൂതന്മാരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഹനിയെ കൊല്ലപ്പെടുത്തിയതിന് ഇസ്രായേലിന് ഉചിതമായ മറുപടി നൽകണമെന്നും ജൂതന്മാർ പ്രസ്താവനയിൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളും മറ്റു ലോകരാജ്യങ്ങളും ഇസ്രായേലിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയർത്തുമ്പോഴും ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ടു പോവുകയാണ്. സിറിയയിലെ ഡൊമാസ്കസ് ബെയ്റൂത്ത് പാതയിൽ വാഹനത്തിനു നേരെ ഇസ്രായേൽ ഡ്രോണാക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട് പുറത്തുവന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ഗാസയിൽ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ ഹനിയയുടെ 3 ആൺമക്കളും 4 പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തിനു ശേഷം സംഘടനയുടെ നേതാക്കളെ വകവരുത്തുമെന്ന് ഇസ്രായേൽ പരസ്യമായി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനമാണ് അവരിപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്.